ഒറ്റ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട. പക്ഷെ അസ്തഗ്ഫിറുല്ലാ ആവണം. ഉമ്മ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. അതേ ചുവാനോടാ ചോറ് വെച്ചോട്ടെ, അസ്തഗ്ഫിറുല്ലാ ആ അസ്തഗ്ഫിറുല്ലാ കൊണ്ട് കാര്യമൊന്നുമില്ല. ആ അസ്തഗ്ഫിറുല്ലാ അല്ല, ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാ മതി നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പുറത്തു. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി വരിക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാൾ അവിടെ നിന്നിട്ട്, ഉമർ നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ നടന്നു വരിക, അപ്പൊ ഓപ്പോസിറ്റ് ഒരാൾ വരുന്നുണ്ട്. അല്ലാഹുവേ, ഉമർ അവിടെ നിന്ന് വരുന്നു. ഇയാൾ ഉമർ തങ്ങളെ കണ്ടു, ഖലീഫയാ ഉമർ. ഇയാൾ ഉമർ തങ്ങളെ കണ്ടു, ഉമർ തങ്ങൾ അയാളെ കണ്ടു. രണ്ടുപേരും ഒരേ വഴിയെ നേരെ വരിക. ഇവന്റെ കയ്യും കാലും പറക്കാൻ തുടങ്ങി. കാരണം എന്തേ? 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. ഇസ്ലാമിന്റെ അമീറായ ഖലീഫയായ ഉമർ തങ്ങൾ ഓപ്പോസിറ്റ് വരുന്നു. എന്നെ പിടിച്ച വെറുതെ വിടുവോ ചങ്ങായി? കാരണം എന്ന് കാണിക്കൂല ഉമർ തങ്ങൾ. കള്ളും പിടിച്ചോണ്ടാ വരണം. അപ്പൊ ഈ ചങ്ങാതിക്ക് ഭയങ്കര സങ്കടം. അത് മാത്രല്ല, ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കണം ഇയാൾ നല്ല ആളാണെന്നാ, താടിയൊക്കെ ഉണ്ട്, നല്ല ആളാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും നടന്ന് അടുത്തടുത്ത് വരിക. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന, കണ്ണങ്ങട്ട് അടച്ചു പിടിച്ചു. നടന്നു വരുന്നതിന്റെ ഇടയിൽ കണ്ണടച്ചു പിടിച്ചിട്ട് അള്ളാനോടൊരു പറച്ചിലങ്ങ് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിച്ചു. ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിച്ചു. അല്ലാഹുവേ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി തൊടൂല. ഒരൊറ്റ പറച്ചില്. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ എന്റെ കൈ കൊണ്ടുപോലും ഇതെന്റെ ഈ കള്ള് ഞാൻ എന്റെ കൈ കൊണ്ടുപോലും ഞാൻ തൊടൂല. അല്ലാഹ്, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇതങ്ങിട്ട് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, എവിടെ പോയതാ ഹബീബേ? കയ്യിൽ എന്താണ്? ഒരൊറ്റ ചോദ്യം, എവിടെ പോയതാ? കയ്യിൽ എന്താ ഇരിക്കണേ? ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാണെന്ന്. ഉമർ തങ്ങൾക്ക് സംശയം. വേടിച്ചിട്ട് തുറന്നു നോക്കി, അത് സുറുക്കയായി മാറി. അല്ലാഹു ഈ മധുരം മാറാകട്ടെ. നിമിഷ നേരം കൊണ്ട് കള്ള് സുറുക്കയായി അല്ലാഹു മാറ്റിക്കളഞ്ഞു. എന്ത് ചെയ്തപ്പോ? പറയേണ്ടതുപോലെ പറഞ്ഞപ്പോ. അതാ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ചിലരുടെ മനസ്സിലുള്ള അത് അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാ. പറയേണ്ടതുപോലെ. പണ്ട് ഒരു കള്ളം മോഷ്ടിക്കാൻ പോയി. ഒരു വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ ഉസ്താദ് പ്രസംഗിച്ചു, ഏതു പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ ഒരു മനുഷ്യനെ അള്ളാഹു സഹായിക്കും. അത് ഏത് വിഷയത്തിലാണെങ്കിലും. ഈ പ്രസംഗം കേട്ട ഒരു ചങ്ങാതി അന്ന് രാത്രി മോഷ്ടിക്കാൻ പോയി. മോഷണം നടത്തുന്ന വീട്ടിൽ പോയിട്ട് മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരുണർന്നു, നിലവിളിച്ചു. നാട്ടുകാർ മുഴുവൻ എഴുന്നേറ്റു. കള്ളനാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുക. നാട്ടുകാർ വിടുന്നില്ല, പുറകെ ഓടി. അങ്ങനെ ഈ കള്ളൻ ഓടി ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. വലിയ വെള്ളം ഒഴുകുന്ന, നല്ല ഒഴുക്കുള്ള, നല്ല ആഴമുള്ള ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. നാട്ടുകാർ മുഴുവനും തല്ലിക്കൊല്ലാൻ പുറകെ വരുന്നു. മുമ്പിലാണെങ്കിൽ പുഴ. ഇങ്ങനെ നിന്നപ്പോ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഉസ്താദ് പ്രസംഗിച്ചായിരുന്നല്ലോ, ഏത് പ്രതിസന്ധിയിലും എന്റെ ഭാഗത്തൊന്നും നിങ്ങൾ കേൾക്കരുത്. ചില ആൾക്കാർ പറയും, സിറാജ് ഉസ്താദ്, നിങ്ങളുടെ സത്യ ഉസ്താദ് പറഞ്ഞ ഒരു ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അല്ലാഹു പാവത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ചിലർ പറയും, സിറാജ് ഉസ്താദ് നിങ്ങളുടെ വയലിൽ വെക്കട്ടെ, ഞാൻ ഉറങ്ങണേന്ന്. അവരെ തലയ്ക്കൊന്നും കൊടുക്കാൻ തോന്നി. ഓൻ പറഞ്ഞെന്താ? എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു. റോഡിൽ കൂടെ നടക്കണ പോലെ ഈ ചങ്ങാതി വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോയി. ഇദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം. ഉസ്താദിന്റെ അടുക്ക പോയി, പാവം ഖത്തീബിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ഇന്നലെ ജുമായിക്ക് പറഞ്ഞില്ല അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ സഹായിക്കും. ഞാൻ ഇന്നലെ രാത്രി മോഷ്ടിക്കാൻ പോയിട്ട് ഞാൻ പുഴയുടെ മുമ്പിൽ ചെന്നു. ഞാൻ അള്ളാഹിനോട് പറഞ്ഞപ്പോ വെള്ളത്തിന്റെ മുകളിലൂടെ ഞാൻ നടന്നുപോയി ഉസ്താദെ. വലിയ അത്ഭുതത്തോടെ ഇയാൾ പറഞ്ഞു. ഇത് കേട്ട ഉസ്താദ് ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ നടന്നു. ഉസ്താദ് നേരെ പുഴയുടെ ചാരത്ത് പോയി. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, അള്ളാഹ്, ഒരു കള്ളൻ ഇത്രയും വലിയ ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ടല്ലോ. അള്ളാഹ്, ഉസ്താദ് കാലെടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വ്യത്യാസം? എന്താ? ഉസ്താദ് പരീക്ഷിക്കാൻ പറഞ്ഞു, കള്ളൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് അതാ പറയേണ്ടതുപോലെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് വെറുതെ കടന്നിട്ട് മണിക്കൂറുകൾ കളഞ്ഞിട്ട് കാര്യമില്ല.
തൗബ ചെയ്യേണ്ടതുപോലെ തൗബ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. പെങ്ങളെ, ഒരുപാട് പാപം ചെയ്തവളാണല്ലോ, ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ. വ്യഭിചരിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, ഭാര്യമാരെ വഞ്ചിച്ചവരുണ്ട്, ആരും അറിയാതെ പല കള്ളത്തരങ്ങളും കാണിച്ചവരുണ്ട്. ഒരു പേടിയുമില്ലാതെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പലതും പറയണമുണ്ട്, ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ പല സങ്കടങ്ങളുമുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുടെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ സങ്കടപ്പെട്ട ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിന്റെ ഫോണ് കണ്ടപ്പോ കരഞ്ഞുപോയ ഒരുപാട് ഭാര്യമാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴുകിക്കളയാനൊരവസരം അല്ലാഹു തരികയാ. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പടച്ചവനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോവുകയാണ്, ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്. സഅലബ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. വീടിന്റെ പുറകിൽ നിന്ന് ഒരു പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബ കാണുകയാണ്, ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് സഅലബ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുകയാണ്. ഒരുപാട് സമയം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാ. കുറെ കഴിഞ്ഞപ്പോ സഅലബ ചിന്തിക്കുന്നു, ഞാൻ ചെയ്തത് പാപമാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഒരന്യ പെണ്ണിന്റെ ഔറത്ത് ഞാൻ കണ്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ അല്ലാ. ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട കണ്ണുകൊണ്ട് നിബിധങ്ങളെ എങ്ങനെ കാണാനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇനി എങ്ങനെ ഞാൻ പോയി നിൽക്കും? ഒരു പെണ്ണിന്റെ ഔറത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ, ഞാൻ വ്യഭിചാരിയാണല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയാണല്ലോ. സഅലബ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, സഅലബ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, നിലവിളിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഓടുകയാണ്, മണ്ണിൽ പോയി കിടന്ന് ഉരുളുകയാണ്. അല്ലാഹുവേ, സഅലബ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു, സഅലബനെ കാണാനില്ല, സഅലബയെ കാണാനില്ല. പടച്ചവനെ, ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസമായി, 40 ദിവസമായി ഒരാളും സഅലബയെ കണ്ടിട്ടില്ല. 40 ദിവസം കഴിഞ്ഞപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ അനുചരന്മാരിൽപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയണേ നബിയേ, പുറത്തു കൊടുത്തെന്ന് പറയണേ നബിയേ. ഏഴാകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് മുത്തി നബിയോട് പറയണമെങ്കിൽ, അല്ലാഹു പറഞ്ഞു വിടണമെങ്കിൽ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, പെങ്ങളെ, എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും പൊന്നുമോളെ. അല്ലാഹുവേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. പിറ്റേ ദിവസം നബി തങ്ങളെ സുബഹി നമസ്കാരം കഴിഞ്ഞു. അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ, സഅലബ എവിടെ സ്വഹാബാ, സഅലബ എവിടെ സ്വഹാബാ, യാ റസൂലല്ലാഹ്, എവിടെയാണെന്നറിയില്ല നബിയേ, എവിടെയാണെന്നറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാനുൽ ഫാരിസിയെ വിളിക്കുകയാ. വിളിച്ചുകൊണ്ട് വാ ഉമർ, എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ മുത്തുനബി എവിടെന്ന് പറഞ്ഞു വിടുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സുബ്ഹി കഴിഞ്ഞ് തിരയുകയാണ്. അല്ലാഹുവേ, എവിടെയാണെന്ന് കാണുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നോക്കി, പടച്ചവനെ കാണുന്നില്ല.
കാണുന്നില്ലടോ, എവിടെയാണെന്നറിയുന്നില്ലടോ. അവസാനം പടച്ചവനെ ഉച്ച കഴിഞ്ഞ് മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ അവിടെ നാട്ടിടയനായ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും വെച്ചൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സഅലബയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആടുമായി നടക്കുന്ന ആളാണല്ലോ, മലഞ്ചെരുവിലൂടെ പോകുന്ന ആളാണല്ലോ, എവിടെയെങ്കിലും വെച്ചൊരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ആട്ടിടയൻ പറയുകയാണ്, ഒരിക്കൽ ഇന്ന സ്ഥലത്ത് ഇന്ന മലഞ്ചെരുവിൽ ഞാൻ ആടുകൾക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോ മുടിയെല്ലാം ചടപിടിച്ച് വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞ എല്ലും തോലുമായ ഒരു ചെറുപ്പക്കാർ മരുഭൂമിയിൽ കിടന്ന് കരയുന്നുണ്ട്. എന്നെ കണ്ടപ്പോ മലയുടെ മുകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ തിരയുന്ന ചെറുപ്പക്കാരൻ അതായിരിക്കാം. ഉമർ തങ്ങളോട് സ്ഥലം പറഞ്ഞു കൊടുത്തു. സൽമാൻ തങ്ങളും ഉമർ തങ്ങളും പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മുടിയൊക്കെ ജടപിടിച്ച് എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി മലമുകളിൽ നിന്ന് സഅലബ ഇറങ്ങി വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ വന്നിട്ട് മണ്ണുവാരി തലയിലിടുകയാ. നീ നരകത്തിന്റെ അവകാശിയാ, തെറ്റ് ചെയ്തല്ലോ. നരകത്തിന്റെ തീക്ക് ഇതിനെക്കാലും ചൂടാടല്ലോ. ഖസ്റ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഅലബ പറയുകയാണ്, മരിച്ചാ മതിയായിരുന്നു റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഅലബ കിടന്ന് കരയുകയാണ്. മൃതങ്ങൾ വിളിക്കുന്നു, സഅലബ സഅലബ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബ. എന്തൊരു കോലമാണ് സഅലബ, എന്തൊരു കോലമാണ് സഅലബ. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു, സഅലബ. സഅലബ പറയുന്നു, ഞാൻ വരൂല, ഞാൻ പാവിയാ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, വാ സഅലബ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ഉമറിന്റെ സ്വഭാവം അറിയുന്ന സഅലബ പറയുകയാണ്, എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് മണ്ണിലൂടെ വലിച്ചിടിച്ചു കൊണ്ടുപോക്കോ, ഞാൻ നടന്നു വരൂല, പറ്റൂല. അവസാനം അവിടെ നിന്ന് ഉമർ തങ്ങളും സഅലബയും സംസാരിക്കുകയാണ്. അവസാനം സഅലബ പറയുകയാ, ഞാൻ വരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നിസ്കരിക്കുന്ന സമയത്തെ എന്നെ കൊണ്ടുപോകാവൂ, നിസ്കരിക്കുന്ന സമയത്തെ കൊണ്ടുപോകാവൂ. അങ്ങനെ സമ്മതിക്കുകയാണ്. അവസാന സഅലബയും ഉമർ തങ്ങളും സൽമാൻ തങ്ങളും മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ അതാ ഇഖാമത്ത് കൊടുക്കുകയാണ്. എല്ലാവരും നിസ്കരിക്കാൻ കേറുകയാ. സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കേറുകയാണ്. അപ്പോഴാണ് സഅലബ വരുന്നത്. അവിടെ ഉളുവെടുത്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് കേറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്, التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. يا يتنودمبو كلا سوف تعلمون ثم كلا سوف تعلمون. ഈ ആയത്തങ്ങ് കേട്ടപ്പോ സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ സഅലബയുടെ ചാരത്ത് വന്നു. അല്ലാഹുവേ, കുടിക്കാൻ വെള്ളം കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു, സഅലബ, എന്തൊരു കോലമാ സഅലബ, എന്തൊരു രൂപമാ സഅലബ, നീ എവിടെയായിരുന്നു സഅലബ? അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബ, നീ നിന്റെ വീട്ടിലേക്ക് പോ. നബി തങ്ങൾ എന്താണെന്ന് പോലും ചോദിച്ചു
ചോദിച്ചില്ല. മുത്തുനബി പറഞ്ഞു, നിന്റെ വീട്ടുകാര് നിന്നെ കാത്തിരിക്കുന്നു സലബ. സൽമാനെ കൊണ്ടുപോയി വീട്ടിൽ വിട്. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു വിടുകയാണ്. 7 ദിവസം കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞു. 8ന്റെ അന്ന് മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്. മുത്തുനബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു നബിയേ, ഉറങ്ങാറില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ നബിയേ, അങ്ങ് പറഞ്ഞിട്ടും സമാധാനമില്ല നബിയേ, വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സൽമാനുൽ ഫാരിസി തങ്ങളുമായി സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ചെറുപ്പക്കാരാ, മരണത്തിന്റെ വേടയിൽ കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. റസൂൽ അടുത്തു പോയിരുന്നു, സഅലബയുടെ ചാരത്ത് പോയിരുന്നു. സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് മരണമടുത്ത് കിടക്കുന്ന സഅലബയുടെ ചാരത്ത് പോയിട്ട് അവിടുത്തെ തലയെടുത്ത് മുത്തുനബി മടിയിലേക്ക് വെക്കുകയാ. അവിടുത്തെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചപ്പോ സഅലബ തലയങ്ങ് വലിക്കുകയാ. നബിതങ്ങളുടെ മടിയിൽ നിന്ന് തലവലിച്ച് താഴെയിടുകയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, സഅലബ, ഇഷ്ടമായില്ലേ സഅലബ? എന്റെ മടിയിൽ തല വെച്ചത് നിനക്ക് ഇഷ്ടമായില്ലേ സഅലബ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ ഞാനൊന്ന് വരാൻ, ഞാനൊന്ന് ദുആ ചെയ്യാൻ, ഞാനൊന്ന് അവരുടെ ശരീരത്തിൽ തൊടാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. നീ എന്തിനാണ് തല വലിച്ചിടുന്നത്? എന്തിനാണ്? എന്റെ മടിയിൽ തല വെച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ സഅലബ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഅലബ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഈ പാവിയായ എനിക്ക് അതിനുള്ള അവസരമില്ല നബിയേ, എനിക്കതിനുള്ള ഭാഗ്യമില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ, ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ. താഴെ കിടന്ന് പിടയുമ്പോൾ, മണ്ണിൽ കിടന്ന് പിടയുമ്പോൾ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു സഅലബ. വഅലകൽക്കാമെന്ന അമ്മമാരോട്, ചെറുപ്പക്കാരോട്, മോനെ കള്ളു കുടിച്ചവനല്ല സഅലബ, വ്യഭിചരിച്ചവനല്ലടാ സഅലബ. വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു കുളിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ ഔറത്തൊന്ന് നോക്കിയതിന്റെ പേരിൽ ഇത്രത്തോളം കരഞ്ഞ് 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 തൗബ ചെയ്ത് അവസാനം നെഞ്ചുപൊട്ടിയിട്ടും മരിച്ചുപോയെന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ, നമുക്ക് അങ്ങനെ എങ്ങാണ് ഒരു മനസ്സുണ്ടോ? എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? വല്ലാത്ത ചങ്കൂറ്റമല്ലേ? കോളേജിൽ പോകുന്ന പേര് പറഞ്ഞ് ഇറങ്ങിപ്പോയി കാമുകന്റെ കൂടെ കറങ്ങി റൂമെടുത്ത് വ്യഭിചരിച്ചിട്ട് വൈകുന്നേരം ഓടി വന്നു ഉമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പറ്റിച്ചിട്ട് റൂമിന്റെ അകത്ത് കയറി മൊബൈൽ എടുത്തിട്ട് വാട്സപ്പിലൂടെ കാമുകനോട് വിളിച്ചിട്ട് ഇന്നത്തെ എല്ലാ സൂപ്പറായിരുന്നടാ എന്ന് പറഞ്ഞ് രസിക്കുന്ന പെങ്ങള്, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള്, പണ്ട് സ്കൂളിൽ പഠിച്ച കൂടെ പഠിച്ച കൂട്ടുകാരുമായി ഇന്ന് ചാറ്റി ചാറ്റിയിട്ട് മണിയറ രഹസ്യം വരെ പങ്കുവെക്കുന്ന പെങ്ങള്, എല്ലാം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, വയസ്സായില്ലേ വാപ്പാ, മുടിയൊക്കെ നരച്ചില്ലേ വാപ്പാ, ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടില്ലേ വാപ്പാ, കൂടെ പഠിച്ചവരൊക്കെ കബറിൽ പോയില്ലേ പെങ്ങള്, നീ ഇരുന്നപ്പോ നിന്റെ കൂടെ പറപ്പ് പോയില്ലേ, എത്രയോ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടില്ലേ ഉമ്മ, എന്തേ നന്നാകാത്തത്, എന്തേ
നന്നാകാത്തത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, വല്ലാത്ത ഒരു സാഹചര്യത്തിലാ നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ. നമ്മളെ സഹായിക്കാനുള്ളത് പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയേണ്ടത് മുഴുവനും ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് റബ്ബിനോട് പറഞ്ഞോ, പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന മുന്തി തെല്ലി വിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു പെണ്ണ് കുളിക്കുന്നത് കണ്ടതിന്റെ പേരിൽ 40 ദിവസം മലഞ്ചെരുവിൽ പോയി അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ ഹൃദയം ഇടിച്ചു മരണപ്പെട്ടുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹ് നമ്മുടെ അവസ്ഥ